മധ്യവേനൽ അവധിയാഘോഷത്തിന്റെ ഭാഗമായി അയ്യപ്പൻകോവിൽ തൂക്കുപാലം വിനോദസഞ്ചാരികളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു. നൂറുകണക്കിന് സഞ്ചാരികളാണ് തൂക്കുപാലവും അയ്യപ്പൻകോവിലിന്റെ പ്രകൃതി സൗന്ദര്യവും ആസ്വദിക്കാൻ ദിനംപ്രതി എത്തുന്നത്. എന്നാൽ തൂക്കുപാലത്തിന്റെ അപകടാവസ്ഥ പ്രദേശവാസികളിൽ ആശങ്കയും ഉളവാക്കുന്നു. തൂക്കുപാലം കാണാൻ വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്ന ദിവസങ്ങളാണ് കടന്നുവരുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. തൂക്കുപാലത്തിൽ കയറി ദൂരക്കാഴ്ചകൾ ആസ്വദിക്കാനാണ് സഞ്ചാരികൾ എത്തുന്നത്. അവധിക്കാലമായതിനാൽ വരും ദിവസങ്ങളിൽ തിരക്ക് കൂടുമെന്നാണ് പ്രദേശത്തെ ജനങ്ങളുടെ പ്രതീക്ഷ. എന്നാൽ സഞ്ചാരികൾ കൂടുതലായി എത്തുന്നതിൽ പ്രദേശവാസികൾക്ക് ആശങ്കയുണ്ട്. തൂക്കുപാലം നിർമ്മിച്ച ശേഷം അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ തൂക്കുപാലം അപകടാവസ്ഥയിലാണ്. നട്ടും ബോൾട്ടും അയഞ്ഞും കൂട്ടിച്ചേർക്കലുകൾ തുരുമ്പ് വീണും തൂക്കുപാലത്തിന് കാര്യമായ ബലക്ഷയമുണ്ട്. ഒരേ സമയം 40 പേരിൽ കൂടുതൽ ആളുകൾ പാലത്തിൽ കയറരുതെന്ന മുന്നറിയിപ്പുമുണ്ട്. എന്നാൽ ഇതെല്ലാം ലംഘിക്കപ്പെടുന്ന കാഴ്ചയാണ് പലപ്പോഴും ഇവിടെ ഉണ്ടാകുന്നത്. ആളുകളെ നിയന്ത്രിക്കാൻ ഒരു സംവിധാനവും ഇവിടെയില്ല. ഇതിനിടെ തൂക്കുപാലം നവീകരിക്കാനുള്ള ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെയും തീരുമാനം ഇനിയും നടപ്പിലായില്ല. വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം കളക്ടർ അധ്യക്ഷനായ DTPCയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നവീകരണത്തിന് തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഇതും ഫയലിൽ തൂക്കുപാലത്തിന്റെ കാര്യങ്ങൾ നമ്മൾ സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്താൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. പക്ഷെ നാളിതുവരെയായിട്ട് യാതൊരുവിധ നടപടിക്രമങ്ങളോ അതിൻ്റെ ഒരു പുനർനിർമ്മാണങ്ങളോ അതിൻ്റെ നവീകരണങ്ങൾ നടത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല. നമ്മൾ കളക്ടറിൻ്റെ ശ്രദ്ധപ്പെടുത്തിയിട്ട് കളക്ടർ നേരിട്ട് ഇവിടെ വന്ന് നോക്കി പിന്നെ ഇവിടെ വന്ന് ഫണ്ട് അനുവദിക്കുകയും പിറ്റേ ദിവസങ്ങളിലെ വാർത്തകളിലും ചാനലുകളിലൊക്കെ പിന്നെ 13 ലക്ഷം രൂപ അനുവദിച്ചായിട്ട് വാർത്ത വരികയൊക്കെ ചെയ്തല്ലാതെ ഇപ്പോൾ 2.5 വർഷം വെച്ചായി അങ്ങനൊരു വാർത്ത വന്നില്ല. അതിനുശേഷം യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഇങ്ങനെ ഓരോ മോഹന വാഗ്ദാനങ്ങളൊക്കെ തന്ന് ഇപ്പം പാലം ശരിയാക്കുമെന്ന് ഓരോ രാശിക്കാരും എന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലാതെ യാതൊരു വിധ മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല. തന്നെയുമല്ല ഇനിയിപ്പോൾ 2 മാസമുള്ള സ്കൂൾ അവധിയാണ്. ഈ അവധി ഉള്ള സമയത്ത് ഇഷ്ടം പോലെ വിനോദസഞ്ചാരികൾ സ്കൂൾ കുട്ടികളൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ നിയന്ത്രിക്കാൻ മേലാത്ത തരത്തിൽ ജനം വന്ന് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ സർക്കാരിൻ്റെ ആൾക്കാരും കളക്ടറും ബാക്കിയുള്ള എല്ലാം റീത്തുമായിട്ട് വരാമെന്നല്ലാതെ യാതൊരു പ്രയോജനമില്ല. അതിനു മുമ്പ് ഈ അപകടം വരുന്നതിന് മുമ്പായിട്ട് ഇതിനെ നവീകരണം നടത്തി ഇതിൽ പാലം ബലപ്പെടുത്തി ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിത തീർക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാകണമെന്ന് കൃത്യമായി അറിയിക്കുകയാണ്. അത് നാട്ടുകാരനെ അറിയിക്കാറുണ്ട്. അതുപോലെ തന്നെ ആ പാലത്തിൽ ലൈറ്റ് സംവിധാനമില്ല. രാത്രി കാലങ്ങളിലൊക്കെ ഈ ചൂടൊക്കെ കാരണം രാത്രിയിലൊക്കെ അവിടെ കാറ്റ് കൊള്ളാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. 2 പഞ്ചായത്തും കൂടെ ഒന്ന് ഉത്സാഹിക്കുകയാണെങ്കിൽ ആ പാലത്തിൽ ഒരു ലൈറ്റ് ഇടുകയും സംവിധാനമൊക്കെ ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നുമില്ല. ഇരുട്ട് സന്ധ്യയായി കഴിഞ്ഞാൽ അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകളൊക്കെ അവിടെ കൂടുതലാണ്. കാര്യം ഇരുട്ടാണ് മൊത്തത്തിൽ. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വാഗ്ദാനം നൽകി ജനങ്ങളെ വഞ്ചിക്കുന്ന നടപടി മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. സഞ്ചാരികൾ പാലത്തിന്റെ അപകടാവസ്ഥ മനസ്സിലാക്കാതെയാണ് പാലത്തിൽ കയറുന്നത്. വേനൽ കരുത്തതോടെ രാത്രികാലങ്ങളിൽ തൂക്കുപാലത്തിൽ വിശ്രമിച്ച് കാറ്റേകാൻ ധാരാളം ആളുകളാണ് ഇവിടെ എത്തുന്നത്. എന്നാൽ പാലത്തിൽ ഒരു വെളിച്ച സംവിധാനവും ഒരുക്കാൻ നടപടി എടുത്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.